நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇവിടെയും ഭഗവാൻ ശിവൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചിട്ടാണ് മാണിക്യവാചകർ നമ്മോട് പറയുന്നത്. അനേകം ലീലകൾ ഭഗവാൻ ആടിയ ലീലകളെക്കുറിച്ചിട്ടുള്ള ചില സൂചനകളിലൂടെ ഭഗവാന്റെ മഹത്വം ഇവിടെ മാണിക്യവാചകർ വ്യക്തമാക്കുന്നു. നമുക്ക് നോക്കാം. ഭക്തർക്ക് ശാന്തി അണയ്ക്കുവാൻ മുമ്പ് നീ പാണ്ഡൂരെഴുന്നള്ളി വാണുന്നതും തേവൂർക്ക് തെക്കൊരു ദ്വീപിൽ അരതൻ്റെ പ്രാഭവത്തോട് ഭരിച്ചതും പിൻ തേൻപൊഴിയും തിരുവാരൂർ മുനിമാർക്ക് ജ്ഞാനമുപദേശം ഒഴിഞ്ഞതും ശ്രീമരുതൂരെഴുന്നള്ളിത്തൻ തൃപ്പാദ പൂമണം ഭക്തർക്ക് നൽകിയതും കാഞ്ചീപുരത്തിൽ വസിച്ചും ആ ദേവിയെ വാമദേഹത്തിൽ ധരിച്ചതും ആയ ഭഗവാനെ ഞാനിതാ കൈ തൊഴുന്നു എന്നാണ് പറയുന്നത്. ഭക്തർക്ക് ശാന്തി അണയ്ക്കുവാൻ മുമ്പ് നീ പാണ്ഡൂരെഴുന്നള്ളി. പാണ്ഡൂർ എന്ന പ്രദേശത്ത് ഭക്തന്മാർക്ക് ശാന്തിയും സമാധാനവും നൽകാൻ വേണ്ടി നീ അവിടെ പ്രത്യക്ഷനായി എഴുന്നള്ളി വാണതും പിന്നെ തേവൂര് തെക്ക് ഒരു ദ്വീപിൽ അരജൻ്റെ പ്രാഭവത്തോടെ ഭരിച്ചതും. തേവൂര് തെക്കുള്ള ഒരു ദ്വീപ് രാജാവിൻ്റെ രൂപം ധരിച്ച് നീ ഭരിക്കുകയുണ്ടായി. പിന്നെ തേൻപൊഴിയും തിരുവാരൂരിൽ വച്ചിട്ട് മുനിമാർക്ക് ജ്ഞാനോപദേശം നീ നൽകി. പിന്നെ ശ്രീമരുതൂരെഴുന്നള്ളിത്തൻ തൃപ്പാദ പൂമണം ഭക്തർക്ക് നൽകിയതും. ശ്രീമരുതൂരിലും ഭഗവാൻ ശിവൻ എഴുന്നള്ളി അവിടുത്തെ ഭക്തർക്ക് ദർശനം നൽകി. കാഞ്ചീപുരത്തിൽ വസിച്ച് കാഞ്ചീപുരത്ത് ശിവൻ തൻ്റെ വാമഭാഗമായ ദേവിയോടൊത്ത് ഒരുമിച്ച് വാണതും സൗന്ദര്യധാമമാകും തിരുവാഞ്ചിയിൽ വാണും അയാളെ പുണർന്നതും. സൗന്ദര്യധാമമായ തിരുവാഞ്ചി എന്ന സ്ഥലത്ത് ഭക്തന്മാർക്ക് വേണ്ടി ദർശനം നൽകിയവനും പാണ്ഡ്യനു വേണ്ടി പോരാടുവാൻ വില്ല് കൈക്കൊണ്ടവനോടൊത്തുന്നതും പാണ്ഡ്യരാജാവിന് വേണ്ടി പോരാടുവാൻ വേണ്ടി പാണ്ഡ്യ സൈന്യത്തോടൊപ്പം നിന്ന് യുദ്ധം ചെയ്തവനും തൃക്കടമ്പൂരിൽ ലിങ്കോയ് മല തന്നിലും ധീരകൃത്യം പലത് ചെയ്തതും. ലിങ്കോയ് മല എന്ന് പറഞ്ഞ സ്ഥലത്ത് അനേകം ധീരകൃത്യങ്ങൾ ഭഗവാൻ നടത്തി. തൻ്റെ പ്രജകളെ രക്ഷിക്കാൻ വേണ്ടി അനേകം ധീരകൃത്യങ്ങൾ അവിടെ ചെയ്തു. അയ്യാറിൽ മുമ്പൊരു പൂജാരിതൻ ഗ്രഹത്തിനൊരു കാവലായി നിന്നതും. അയ്യാർ എന്ന സ്ഥലത്ത് ഒരു പൂജാരിയുടെ ഗ്രഹത്തിൽ കാവലായി നിന്നു എന്നാണ് പറയുന്നത്. അതായത് തിരുവയ്യാറിൽ ഒരു ശൈവ പൂജാരി ഒരിക്കൽ കാശിയിൽ പോയി മടങ്ങി വരാൻ വളരെ താമസിച്ചതുകൊണ്ട് വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ ആരെങ്കിലും കൊള്ളയടിക്കുമോ എന്ന് വീട്ടുകാർക്ക് ഭയമായി. ഈ ഭയം തീർക്കാൻ വേണ്ടി ശിവൻ പൂജാരി വരുന്നതുവരെ അയാളുടെ വേഷത്തിൽ ആ വീട്ടിൽ താമസിച്ചു എന്നാണ് പറയുന്നത്. അയ്യാറിൽ മുമ്പൊരു പൂജാരി തൻ ഗ്രഹത്തിനൊരു കാവലായി നിന്നതും ആശയോടെ തൃത്തുരുത്തിയിൽ വാണതും തൃപ്തനായി തുപ്പനൂര് ആണ്ടതും. അങ്ങനെ അനേകം സ്ഥലങ്ങളിൽ ശിവദർശനം നൽകി. അപ്പോൾ ഭക്തർക്ക് ദർശനം നൽകാൻ വേണ്ടിയിട്ട് അനേകം സ്ഥലങ്ങളിൽ സാക്ഷാത് ശിവൻ്റെ രൂപത്തിൽ തന്നെ അങ്ങ്
ദർശനം നൽകി. അങ്ങനെയുള്ള അല്ലയോ ഭഗവാൻ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. പിന്നെ ശീർക്കാഴി ഭക്തർക്ക് സദ്ഗുരുവായി തിരുമേനി തൻ ദർശനം നൽകിയതും. ശീർക്കാഴി ചെന്നപ്പോൾ അദ്ദേഹം സദ്ഗുരുവായി ചേർന്ന് അനേകം പേർക്ക് വിദ്യ ഉപദേശിച്ചു കൊടുത്തു. പിന്നെ തൃക്കുഴിക്കുன்றത്തിൽ നിത്യനായി വാണതും പുറമ്പയത്തിൽ ധർമ്മം ചെയ്തതും ലിംഗസ്വരൂപനായി കുറ്റാലം എന്നുള്ള മംഗല്യനാട്ടിൽ വസിച്ചതും. ലിംഗസ്വരൂപനായി ശിവലിംഗ രൂപത്തിൽ കുറ്റാലത്ത് മംഗല്യ നൽകിക്കൊണ്ട്, എല്ലാവർക്കും മംഗളം നൽകിക്കൊണ്ട് ആ നാട്ടിൽ വസിച്ചു. അന്തമറ്റുള്ള മഹാജ്യോതിയായി സൂക്ഷ്മമോങ്കാര ജ്ഞാനസ്വരൂപനായി ഇന്ദ്രജാലം പോൽ പൊടുന്നനെ കൺമുമ്പിൽ വന്നതും ഓർക്കും ഞാൻ എന്നുമെന്നും. ഞാൻ നിൻ്റെ ലീലകൾ എന്നും ഓർക്കുന്നു. എങ്ങനെ? അന്തമറ്റുള്ള മഹാജ്യോതിയായി, ആദിയും അന്തവുമില്ലാത്ത മഹാജ്യോതി സ്വരൂപനായി, സൂക്ഷ്മത്തിൽ സൂക്ഷ്മനായി, ഓങ്കാരസ്വരൂപനായി, ജ്ഞാനസ്വരൂപനായി, ഇന്ദ്രജാലം പോൽ പൊടുന്നനെ കൺമുമ്പിൽ, ഇന്ദ്രജാലം പോലെ വളരെ പെട്ടെന്ന് ഭക്തരുടെ കൺമുമ്പിൽ വന്നതും ഓർക്കുന്നു ഞാൻ എന്നുമെന്നും. ഇന്ദ്രജാലം പോലെ നീ എൻ്റെ മുമ്പിൽ പെട്ടെന്ന് വന്ന് എനിക്ക് ജ്ഞാനോപദേശം ചെയ്തു. അപ്പോൾ ഇവിടെ മാണിക്യവാചകർ തൻ്റെ ജീവിതത്തിലെ ഒരു അസുലഭ ഭാഗ്യത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. അതായത് ഇന്ദ്രജാലം പോലെ പൊടുന്നനെ ഭഗവാൻ എൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഞാൻ എന്നും ഓർക്കും. അപ്പോൾ ഇവിടെ മാണിക്യവാചകർക്ക് ദിവ്യ ദർശനം നൽകിയ ആ അനുഭൂതിയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയുള്ള ദേവൻ? അന്തമറ്റ മഹാജ്യോതി സ്വരൂപനായി, ആദിയും അന്തവുമില്ലാത്ത മഹാജ്യോതി സ്വരൂപനായി നിന്നുകൊണ്ട് ഇന്ദ്രജാലം പോലെ അങ്ങ് എൻ്റെ മുന്നിൽ വന്നു നിന്നു. അപ്പോൾ മാണിക്യവാചകരുടെ ജീവിതത്തിൽ ശിവദർശനം കിട്ടിയ അപൂർവ നിമിഷത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ മാണിക്യവാചകർ വീണ്ടും ഓർക്കുന്നത്. അതായത് അന്തമറ്റ മഹാജ്യോതിയായി, സൂക്ഷ്മമോങ്കാര സ്വരൂപനായി, ജ്ഞാനസ്വരൂപനായി അല്ലയോ ഭഗവാൻ അവിടുന്ന് ഇന്ദ്രജാലം പോലെ ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് എനിക്ക് ജ്ഞാനോപദേശം നൽകിയല്ലോ. അത് ഞാൻ എപ്പോഴും ഓർക്കുന്നു. അപ്പോൾ മാണിക്യവാചകരുടെ ജീവിതത്തിലെ അപൂർവ സുന്ദരമായ ഒരു നിമിഷമാണിത്. ഇന്ദ്രജാലം പോലെ ഭഗവാൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ആ ഭഗവാൻ എങ്ങനെയുള്ളവനായിരുന്നു? മഹാജ്യോതിയായി, മഹാജ്യോതിസായിട്ടാണ് ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ മാണിക്യവാചകരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട രംഗം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരു മഹാജ്യോതി സ്വരൂപത്തെ തൻ്റെ മുന്നിൽ വന്ന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ മാണിക്യവാചകർക്ക് ശിവൻ പ്രത്യക്ഷപ്പെട്ടത് മഹാജ്യോതി സ്വരൂപനായിട്ടാണ്. പിന്നെ സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായിട്ടാണ് ഭഗവാൻ വന്നത്. പിന്നെ ഓങ്കാര രൂപനായിട്ടാണ് വന്നത്, പ്രണവസ്വരൂപനായിട്ടാണ് ഭഗവാൻ മാണിക്യവാചകരുടെ മുമ്പിൽ വന്നത്. പിന്നെ ജ്ഞാനസ്വരൂപനായി, ജ്ഞാനത്തിൻ്റെ മൂർത്തിമത് ഭാവമായി അങ്ങ് എൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മാണിക്യവാചകർക്ക് കിട്ടിയ എല്ലാ സിദ്ധികളുടെയും പിന്നിൽ ഈ രൂപങ്ങളാണ്. അതായത് ശിവൻ്റെ അനേകം ഭാവങ്ങൾ ഇവിടെ നാം കാണുന്നുണ്ട്. സ്ഥായിയായ ഭാവങ്ങൾ, ജ്യോതിസ്, പ്രകാശം, ഒരു മഹാപ്രകാശ ബിന്ദുവായി എൻ്റെ മുന്നിൽ വന്നു നിന്നു. പിന്നെ അതേപോലെ ഓങ്കാരസ്വരൂപൻ, പ്രണവസ്വരൂപനാണ് ശിവൻ. പിന്നെ ജ്ഞാനസ്വരൂപനാണ്, ജ്ഞാനം, അറിവ്, ബോധസ്വരൂപനായി ഭഗവാൻ എൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ ശിവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളെല്ലാം തന്നെ മാണിക്യവാചകരുടെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് എല്ലാം അനുഭവപ്പെടുത്തി കൊടുത്തു. അതാണ് ഇവിടെ ശിവാനുഭവം നുകരുകയാണ് മാണിക്യവാചകർ ചെയ്യുന്നത്. അനേകം ജ്യോതിസുകളുടെ മൂർത്തിമത് ഭാവമായിട്ടും അതേപോലെ ഓങ്കാര സ്വരൂപനായിട്ടും കാണാൻ പറ്റുന്നു. അപ്പോൾ ഇത് ഭക്തർക്ക് കിട്ടുന്ന ഒരു നല്ലൊരു
അനുഗ്രഹം കൂടിയാണത്. അതായത് ഭഗവാൻ എങ്ങനെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്ന് ഇവിടെ മാണിക്യവാചകർ പറയുക. ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ മഹാഭഗവാൻ തൻ്റെ സ്വരൂപം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയായിരിക്കും. പലപ്പോഴും അത് ജ്യോതിസായി, മഹാജ്യോതിസായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. പിന്നെ അതേപോലെ ഓങ്കാര സ്വരൂപനായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. പിന്നെ അതേപോലെ ജ്ഞാനസ്വരൂപനായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന ഓരോരോ മഹാഭാഗ്യ നിമിഷങ്ങളാണിത്. അപ്പോൾ മാണിക്യവാചകർ തിരുവാചകം പഠിക്കുന്ന നമ്മുടെ മുമ്പിൽ ഭഗവാൻ ചിലപ്പോൾ മഹാജ്യോതിസ്വരൂപനായി പ്രത്യക്ഷപ്പെടാം. വിളക്കിൻ്റെ തിരുനാളത്തിൽ ആ ജ്യോതിസായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടാം. അപ്പോൾ ഇവിടെ മാണിക്യവാചകർ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പൂജ ചെയ്യുമ്പോൾ ശിവലിംഗത്തിൻ്റെ മുമ്പിൽ കത്തിച്ചു വയ്ക്കുന്ന ആ നിലവിളക്കിൻ്റെ തിരുനാളത്തിൽ ജ്യോതിസ്വരൂപനായി ഭഗവാൻ പ്രത്യക്ഷപ്പെടാം. അപ്പോൾ വളരെ സാധന ചെയ്യാൻ എളുപ്പമായൊരു മാർഗം കൂടി ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. അതായത് ജ്യോതിസായിട്ട്, മഹാജ്യോതിസായിട്ട്, നിലവിളക്കിൻ്റെ ആ തിരുനാളത്തിലെ ജ്യോതിസായിട്ട് ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. അതുപോലെ പ്രണവസ്വരൂപനായി ഓങ്കാര ജപത്തിലൂടെ തന്നെ ഒരാൾക്ക് ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ ഒരു പ്രയാസവുമില്ല. പ്രണവം, ഓങ്കാരം ജപിച്ച് ജപിച്ച് ആ ഓങ്കാര സ്വരൂപനായ ശിവനെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയും. മാണിക്യവാചകരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി ശിവൻ. അതേപോലെ ജ്ഞാനസ്വരൂപനായിട്ട് പ്രത്യക്ഷപ്പെടുന്നു, ജ്ഞാനത്തിൻ്റെ തിരുവാചകത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഓരോ വാക്കിലും, തിരുവാചകത്തിലെ ഓരോ വാക്കിലും ശിവൻ അരുൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശിവൻ്റെ അരുള് ശിവമൊഴിയായി തിരുവാചകത്തിൽ ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവഹിക്കുന്നു. അപ്പോൾ തിരുവാചകത്തിലെ ഒരു വാചകം വായിച്ചാൽ ആ ഒരു വാചകം നമ്മുടെ ജീവിതത്തെ വളരെ ധന്യമാക്കുകയും ശിവപ്രത്യക്ഷം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഓരോ വാക്കിലും ശിവൻ കുടികൊള്ളുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തിരുവാചകത്തിലെ ഓരോ വാക്കും മന്ത്രാക്ഷരങ്ങളാണ്. അത് ഉച്ചരിക്കുമ്പോൾ, അത് ചൊല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ ശിവൻ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. എങ്ങനെ? മഹാജ്യോതിസ്വരൂപനായി, ഓങ്കാരസ്വരൂപനായി, ജ്ഞാനസ്വരൂപനായി, സൂക്ഷ്മത്തിൽ സൂക്ഷ്മസ്വരൂപനായിട്ട് ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഇതാണ് ഇവിടെ നാം ഈ വാക്കുകളിൽ മനസ്സിലാക്കുന്ന ശിവസത്യം. അപ്പോൾ ഓർക്കുക, ഇതെല്ലാം ശിവമൊഴിയാണ്. തിരുവാചകത്തിലെ ഓരോ വാക്കും ശിവമൊഴിയാണ്. ആ ശിവൻ്റെ ജ്ഞാനസ്വരൂപം ഈ ഓരോ വാക്കിലും നമുക്ക് തെളിഞ്ഞ് തെളിഞ്ഞ് കാണാൻ പറ്റും. എന്തിനാണ്? നാം ശിവലിംഗത്തിൻ്റെ മുമ്പിൽ കത്തിച്ചു വയ്ക്കുന്ന ആ തിരുനാളത്തിൽ കത്തുന്ന ജ്വാലയുണ്ടല്ലോ, അത് മഹാജ്യോതി സ്വരൂപൻ അവിടെ വന്ന് കുടികൊള്ളുന്നു. ആ തിരുനാളത്തിലും നമുക്ക് മഹാജ്യോതിസ്വരൂപനായ ശിവനെ ദർശിക്കാം. എന്തൊരനുഗ്രഹം നോക്കൂ! നമ്മുടെ മുമ്പിൽ ഇതാ ഈ തിരുനാളത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഓം ശിവായ നമഃ.